നേപ്പാളിലേക്ക് നമ്മൾക്ക് പോകാം. നേപ്പാളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു രാജേഷ് ശ്രീനിവാസൻ. അവിടെ തെരുവ് യുദ്ധം നടക്കുന്നു എന്ന് ഒരു ഭാഗത്ത് വാർത്തയുണ്ട്. കൃഷിമന്ത്രി പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് രാജിവെച്ചിരിക്കുന്നു എന്ന് വാർത്തയുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രതിഷേധം അല്ലെങ്കിൽ യുവജന പ്രതിഷേധം ഇന്നൊരു ഭരണവിരുദ്ധ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമായി മാറിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ നൂറുകണക്കിന് വരുന്ന പ്രതിഷേധക്കാർ ഈ പാർലമെന്റിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തടിച്ചുകൂടിയ പ്രതിഷേധക്കാരെ ഈ നേപ്പാൾ സായുധ സേന പിന്തിരിപ്പിച്ചെങ്കിലും അതൊരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംഘർഷാവസ്ഥയിലേക്ക് കടക്കുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇന്ന് 6 മണിയോടെ പ്രധാനമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ നേപ്പാൾ കോൺഗ്രസിൽ അല്ലെങ്കിൽ ഭരണകക്ഷി പാർട്ടിയിലെ 2 മന്ത്രിമാർ ആണ് നിലവിൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അതൊന്ന് ആരോഗ്യമന്ത്രി പ്രദീപ് പോഡൽ, അതുപോലെ തന്നെ നേപ്പാളിലെ കൃഷി മന്ത്രി രാംനാഥ് അധികാരി എന്നീ 2 മന്ത്രിമാരും നിലവിൽ ഇപ്പോൾ രാജിവെച്ചിരുന്നു. ഇന്നലെ നടന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടെ 19 പേരുടെ മരണത്തിന് ഇടയാക്കിയ സാഹചര്യം അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിച്ച് ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടെ അല്ലെങ്കിൽ ഇന്ന് സമയം മുൻപ് ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ കൃഷി മന്ത്രി രാംനാഥ് അധികാരിയും ഒരു രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു 6 മണിയോടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ നടന്ന പ്രതിഷേധത്തിൽ ഈ നേപ്പാൾ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറുകയും അതുപോലെ തന്നെ മന്ത്രിമാരുടെ വീടുകൾ തീയിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ നേപ്പാൾ സായുധ സേനയാണ് നിലവിൽ ഇപ്പോൾ ഈ സംഘർഷാവസ്ഥ നിയന്ത്രിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഈ നേപ്പാൾ കോൺഗ്രസിലെ പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറിയ പ്രതിഷേധക്കാർ ഈ വീടുകൾക്ക് കല്ലെറിയുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ വീടുകൾ തീയിടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിൽ പ്രധാനമായി പറയുന്നത് ഈ ഭരണകക്ഷി പാർട്ടിയിലുള്ള നേപ്പാൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെ പിരിച്ചുവിടണമെന്നാണ് നിലവിൽ ഇപ്പോൾ പ്രതിഷേധക്കാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഈ മന്ത്രിമാരെല്ലാം അഴിമതിക്കാരാണെന്നും മന്ത്രിമാരുടെ മക്കൾ ഈ പഠിക്കുന്നതും മറ്റു വിദ്യാഭ്യാസം നേടുന്നതെല്ലാം ഈ അഴിമതി ഉപയോഗിച്ചുള്ള പണം കൊണ്ടാണെന്നാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. എന്തായാലും നിലവിലെ സർക്കാരെ പിരിച്ചുവിടുന്നവരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. നേപ്പാളിലെ കൃഷിമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുമാണ് നിലവിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും ഈ നേപ്പാൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ മറ്റൊരു രീതിയിൽ ഇത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്ക് ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് 6 മണിയോടെ പ്രധാനമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ നിലവിൽ ഈ നേപ്പാളിലുള്ള ഇന്ത്യൻ ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര വിദേശ മന്ത്രാലയം. എന്നാലും ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി യോഗം നടക്കുക. ഇന്നലെ നടന്ന പ്രതിഷേധത്തിനിടെ 19 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് നടക്കുന്ന പ്രതിഷേധം അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശരി, നേപ്പാളിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു രാജേഷ്.